ആളെല്ലാം സെറ്റാണ്. ആ നല്ല പാർട്ടി അടിപൊളിയായിട്ട് നമുക്ക് പൊളിക്കാം. ആ മന്തി എന്തായാലും നമുക്ക് വാങ്ങൂലേ. ആ 2 കേസ് ബീർ എടുക്കാം. ആ മാജിക് മൊമെന്റ് അത് നമുക്ക് റെഡിയാക്കാന്നേ. ആ മോനെ അയാളുടെ ഫോൺ അടിക്കണേ. അത് നുട്ടാ പോലെ കേൾക്കാൻ പാടില്ല. ഫോൺ അടിക്കണ കേൾക്കാൻ പാടില്ല. ആൾക്ക് എന്റെ ഫോണല്ല, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചിമ്മിച്ചേട്ടനാ 8 മിസ്ഡ് കോളാ. ഇങ്ങനോട് ഇനിയിപ്പോ എന്ത് പറയും? തൽക്കാലം ഫോൺ എടുക്കണ്ട, ഓഫ് ചെയ്ത് വെക്കാം. ഫോൺ എടുക്കണില്ല കാവടി പണി ഞാൻ തരൂട്ട കൊച്ചർക്ക. എന്നെ പൂട്ടേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ആ ഹലോ, ആ എന്താ പറ. 10 മണിക്കല്ലേ? ആ ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം. ആ ശരി ശരി ശരി. പ്യാര് മേരാ ദീവാന. ചിമ്മിച്ചേട്ടൻ കൊറേ നാളായ മോനെ എത്തിയിട്ട് നിനക്ക് പറഞ്ഞു തരാടാ. ഫോൺ അനപ്പുറല്ല, കാശ പുളിങ്കുര പോലെ എഴുതി മേടിച്ചത്. എനിക്കറിയാണ്ട പണി തരാൻ. കാശ് ഞാൻ തരാം. മനപ്പൂർവ്വം എനിക്ക് 2 ദിവസം സമയം എന്താ? ഇന്നൊരു ദിവസത്തെ സമയമുണ്ട്. നാളെ നീ കാശ് കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ ഞാൻ കയറി പണിയും. അറിയാവിടെ കാവടി. ഇന്നൊരു ദിവസം കാവടി മോനെ. ഹലോ ഹലോ സന, ആ പറഞ്ഞോടാ. എനിക്കൊരു ഹെൽപ്പ് വേണമല്ലോ. എന്ത് പറ്റി? എനിക്ക് അത്യാവശ്യമായിട്ട് 50,000 രൂപ മറിക്കാണ്ടാവോ? 50,000 രൂപയോ? നിനക്ക് ഇത്ര അധികം പൈസ? ഒന്നും പറയണ്ട, ഒരു ബിസിനസ് ആവശ്യത്തിന് ആ ജിമ്മിച്ചായൻ്റെ അടുത്തുനിന്ന് ഒരു 50,000 രൂപ മേടിച്ചതാ. അതുകൊണ്ട് ആ തെണ്ടി മുങ്ങി. ഇപ്പൊ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ വീട്ടിൽ കയറി എന്നെ പണിയെന്ന് പറഞ്ഞേക്കണം. എടാ നിനക്കത് വീട്ടിൽ ചോദിച്ചൂടെ? ആ ബെസ്റ്റ്. വീട്ടിൽ ചോദിച്ചിട്ട് വേണം അച്ഛൻ എന്നെ തലക്കടിച്ചു പോലെ. എടാ ഞാൻ എന്ത് ചെയ്യാനാടാ? നീ വേറെ വല്ല വഴി നോക്ക്. ആരോട് ചോദിക്കാനാ? ഞാൻ ചോദിക്കേണ്ടവരോടൊക്കെ ചോദിച്ചു. നീ ആരോടെങ്കിലൊക്കെ ചോദിച്ചു നോക്ക്. എനിക്ക് വേറെ വഴിയില്ലാണ്ടാ. ആ ശരി ശരി. ആ എന്നാ ശരിയടാ, ഓക്കെ. ആരും വിളിച്ചിട്ട് പൈസ ഒന്നും തരുന്നില്ല. ആരും പൈസ ഒന്നും തന്നില്ലല്ലോടാ. എടാ നമുക്കേ ശനിയാഴ്ച പിടിച്ചാലോ? 9 മണിക്ക് കൂലി. അണ്ണന്റെ പടം. അണ്ണന്റെ പടം എടാ സസ്പെൻസ് ഒക്കെ അറിഞ്ഞു പിന്നെ പോയിട്ട് കാര്യമില്ല കേട്ടാ. നിനക്ക് എന്റെ അവസ്ഥ മനസ്സിലാവണല്ലേ? എന്താ നിന്റെ പ്രശ്നം? എടാ ജിമ്മിച്ചാനായിരുന്നു നീ മറന്നാ? അതൊരു വിഷയമല്ല. പൈസ അത് നമുക്ക് റെഡിയാക്കാം. ഞാനേ ഇപ്പൊ ഒരു 2 മണിക്കൂർ ഒന്ന് ക്യൂസാറ്റ് വരെ പോയിട്ടാണ്. അല്ല പെൺപിള്ളേരെ പുറത്ത് പോകാനായിരിക്കൂലേ? എനിക്കും വേണ്ട എന്തൊക്കെ എന്റർടൈൻമെന്റ് ഒക്കെ. നിനക്ക് എന്റർടൈൻമെന്റ്? ഞാനിവിടെ പെട്ടിരിക്കണത്. എന്താ പ്രശ്നം? നീ എന്നോട് പറ. എടാ നീ പറഞ്ഞിട്ടില്ല ഞാനൊരു പൈസ കൊടുത്തത്. ഞാൻ ഇപ്പൊ നീ ഒരു കാര്യം ചെയ്യും. നീ ഒന്ന് തണുക്ക്, ഒന്ന് തലയൊക്കെ ഒന്ന് കുളിച്ചിട്ട് തണുക്ക്. ഞാൻ ഇപ്പൊ പെട്ടെന്ന് വരാം. അല്ലെങ്കിൽ അത് നമുക്ക് കുറച്ച് ദിവസമായിരുന്നു ട്രൈ ചെയ്യുന്നു. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ജിമ്മിച്ചാലേ നമുക്ക് റെഡിയാക്കാം. നീ പോയിട്ട് വരുമ്പോ ഞാൻ ഇവിടെ ഉണ്ടാവും എനിക്ക് തോന്നുള്ളൂ. എന്താ കുളിക്കായിരുന്നു? ആർക്കാ? ഇനിയിപ്പോ ആരെപ്പോ വിളിക്കും? തമ്മനത്തുള്ള രാജേഷേനെ വിളിച്ച് ചോദിക്കാലോ. നീ പോണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഐഡിയ പറയട്ടെ. എന്താ ഐഡിയ? എന്റെ അച്ഛനോട് കാശ് ചോദിച്ചോളെ. എന്നിട്ടാണ് അങ്ങനെ തലയിൽ ആണി അടിക്കാൻ.
എടീ മൂപ്പരുടെ അടുത്ത് ഒന്ന് രണ്ടൊന്നും അല്ലാതെ ഇത്ര പോകുന്ന 2 കെട്ടാണ് പൂത്തി വെക്കണം ഞാൻ കണ്ടേ. രണ്ടൊന്നല്ല 10-20 കെട്ട് കാണും. പിന്നെന്താ ചോദിച്ചോടെ? പക്ഷെ ഒന്നും കിട്ടൂല. എന്നൊരു കാര്യം ചെയ്യും, ചോദിക്കണ്ട, അടിച്ചു മാറ്റേ. അടിച്ചു മാറ്റാനാ? യെസ്, കക്കണം. അങ്ങനെ കയ്യും കാലം തല്ലി പിടിക്കും. അങ്ങനെ ഇനി അഥവാ പൊക്കിയ കൈയും കാലല്ലേ തല്ലി പിടിക്കുള്ളൂ. ജിമ്മി ചേട്ട കാര്യം അറിയാൽ ഈ തല ഉണ്ടാവില്ല. അതിലും നല്ലതല്ലേ കയ്യും കാലും തല്ലി പിടിക്കുന്ന മോനെ. പേടിപ്പിക്കേണ്ടി. അതാണ് ഞാൻ പറഞ്ഞത്, നീ ചിന്തിക്ക്. എന്തായാലും നാട്ടുകാരെ പറ്റിച്ചിട്ടാ നിന്റെ തന്തപ്പടി ഇത്രയും കാശ് ഉണ്ടാക്കിയ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല മോനെ, നീ നന്മ വിവരം കളിക്കല്ലേ, ഞാൻ പോയിട്ട് വരാം. ഡോണ്ട് വറി, ബെസ്റ്റ് ഐഡിയ ആണ്, ഒന്ന് ആലോചിക്കേ. ഓനെ ഞങ്ങള് 5 മണിയാകുമ്പോ ഇറങ്ങും കേട്ടോ. അപ്പൊ നമുക്ക് ഗിഫ്റ്റ് വാങ്ങണ്ടേ പോകുമ്പോ? വാങ്ങണം. അത് പോണ വഴിക്ക് വാങ്ങാം. നമുക്ക് പെരുമ്പാവൂരിന്ന് വാങ്ങിയാലോ? ഏതെങ്കിലും ഇഷ്ടമുള്ള കടയിൽ നിന്ന് വാങ്ങാലോ, പോണ വഴിക്ക് വാങ്ങാലോ. നിങ്ങൾ എങ്ങോട്ട് പോണ കാര്യം പറയണേ? നിനക്കറിയില്ലേ, അമലയുടെ മോളുടെ റിസപ്ഷൻ അല്ലേ, അല്ലെങ്കിൽ തന്നെ നീ ഒരിടത്തും വരൂല. അപ്പൊ നിങ്ങൾ വരാൻ വൈകൂലേ? ഞങ്ങള് കുറച്ച് വൈകും. എന്താ നിനക്ക് വല്ല ഉടായ്പ ഇയാളുടെ പരിപാടി ഉണ്ടോ? എന്തുടായ്പ്? അച്ഛൻ ധൈര്യമായിട്ട് പോയിട്ടോ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ കാര്യത്തിൽ എനിക്ക് വലിയ വിശ്വാസമില്ല. ഞാൻ കാര്യം നിന്നെ അനിയനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓ ആയിക്കോട്ടെ. മുടി കെട്ടിയിരിക്കുന്ന ഒരു മിനിറ്റ്. ഹലോ. ആടാ, നീ ഇത് എവിടെ പോയി കിടക്കാണ്? എടാ ഞാനിവിടെ മറ്റേ ക്യൂസാറ്റിനവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇപ്പോഴും പെൺപിള്ളേരപ്പാ. അത് വിട്, എന്തായി കാര്യങ്ങൾ എന്തായി? സംഭവം അച്ഛനമ്മ വീലുണ്ടാവില്ല എന്ന് പറഞ്ഞു. ഒന്നും നോക്കണ്ട, അത് തന്നെ കറക്റ്റ് സമയം. പക്ഷെ എനിക്ക് പേടിയാവുണ്ട്. നീയേ പേടി വരികയാണെങ്കിൽ ആ ജിമ്മിച്ചന്റെ മോത ആലോചിച്ചാൽ മതി, എല്ലാ പേടിയും മാറിക്കോളും. പേടിപ്പിക്കാതെ. സംഭവം ഞാനും അതിന് മാത്രം ഉണ്ടാവുള്ളൂ വീട്ടില്. പൊട്ടം വല്ല പബ്ജിയും കളിച്ചിരുന്നോളൂ. പിന്നെന്താ, അപ്പൊ പിന്നെ കറക്റ്റ്. നീ ഒന്നും നോക്കണ്ട മോനെ, അല്ലേലെ അവിടെ ഇഷ്ടം പോലെ കളവ് നടക്കുന്നുണ്ട്. ഒരു പ്രശ്നമൊന്നല്ല, ഈ സംഭവം സക്സസ് ആക്ക് മോനെ. ശരി, ഞാൻ നോക്കട്ടെ. നിനക്ക് ഒരു മിനിറ്റ് കൂടി. എന്താ സംഭവം നടന്ന എനിക്ക് കമ്മീഷൻ തരണേ. കമ്മീഷൻ? ഹലോ ഹലോ, കാശിന്റെ കാര്യം പറയുമ്പോ തണ്ടി എന്താണാവോ? അവനെന്തെങ്കിലും കാണിക്കട്ടെ. എന്താ നീ എടുത്ത് പരവെറുക്കണേ? എന്ത്? ഒന്നുമില്ല. എന്താണ്ട് ഉടായ്പുണ്ടല്ലോ, രാവിലെ തൊട്ട് ഞാൻ ശ്രദ്ധിക്കണേണ്. ഉടായ്പാ? ഒരു ഉടായ്പില്ല. അതാ നിനക്ക് നല്ലത്, നിനക്ക് എന്നെ അറിയാലോ. പിന്നെ നീയല്ലേ കളമശ്ശേരിയമ്മല്ലേ? എന്ത്? ഒന്നുമില്ല, എനിക്ക് നിന്നെ ശരിക്കും അറിയാന്ന് പറഞ്ഞതാ. അനിയനെ പുലിവിനെ കൊല്ലായിരുന്നു. ആടാ, നിങ്ങൾ എവിടെ എത്തി? നിങ്ങൾ വരുന്ന വഴിക്ക് ആ കുബാബേന്ന് മന്തിയോട് വാങ്ങിച്ചോണ്ട് വന്നോ. ഇനി അതിനു വേണ്ടി ഇനി പോണ്ടല്ലോ. വേഗം പാടാ. ശരി. ഈ കാലമാട്ടം താരാണ് വിളിച്ചേട്ടനെ. എടാ ആരാടാ പറഞ്ഞേ? നമ്മുടെ അജുവും എത്തും. അവരെന്തിനേം കൂടെ പറഞ്ഞേ? ഇന്നോട് അച്ഛനമ്മ ഇല്ലല്ലോ, അവ അടിച്ച് പൊളിക്കാന്ന് വിചാരിച്ച്. പിന്നെ ആ ഭാഗത്തേക്ക് കണ്ടുപോരുത് കേട്ടല്ല. ഞാനൊന്നും അങ്ങോട്ട് വരുന്നൊന്നുമില്ല. പിന്നെ ഒരുത്തിയും ഫോൺ എടുക്കണില്ലല്ലോ. പിന്നെ വിളിക്കാം. ഇന്നത്തെ ദിവസം ആകെ പോക്കാണ്. അവള് തിരിച്ചു വിളിക്കുന്നുണ്ട്. ഇതാ തെണ്ടിയാണല്ലോ. എന്താണാവ? ആടാ പറയടാ. എടാ, ആ കാലമാടൻ കൂട്ടുകാരെ വിളിച്ചുകൊണ്ടുള്ള പരിപാടിയാ. നമ്മുടെ പ്ലാൻ മൊത്തം പുളിയെന്ന് എനിക്ക് തോന്നണേ. നീയല്ലേ പറഞ്ഞു മൂപ്പര് വേറെ അങ്ങാണ്ടോ പോകുന്നു? എടാ അച്ഛനല്ല, അനിയൻ തെണ്ടി. രണ്ടാമത്തെ കാലമാടൻ. നീ എന്തേലും ഒരു വഴി പറ. എടാ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതന്നെയാണ് ഇവിടെ അവസ്ഥ. എടാ ശവത്തി കുത്താതെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറയടാ. എടാ നിന്റെ അനിയൻ ആ ടീം 2 മണപ്പിച്ച് കഴിഞ്ഞാൽ അവന്മാരടിച്ച് പൂസായിക്കോളും. അത് കഴിഞ്ഞാൽ നമുക്ക് പ്ലാൻ ചെയ്ത പോലെ തന്നെ നീ പ്രൊസീഡ് ചെയ്ത് ധൈര്യമായിട്ട്. ഞാനല്ലേ പറയണേ? ഒക്കെ നടന്നാ മതി. ശരി. കൊള്ളാലോ.
അടിച്ചു മാറ്റാം, പൊട്ടങ്ങടാ തിരിച്ചു വരാം. സംഭവം സെറ്റ്. ഞങ്ങളെ നിർത്തി പോണേ. നിങ്ങളെപ്പോ വന്നേ? അങ്ങോട്ട് കുറച്ച് നേരേ ആണോ? മോളിൽ കഴിഞ്ഞില്ലേ? ഞാൻ വരാം. ആ, നിങ്ങൾ പോക്കോ. ഞാൻ വരാം. അപ്പൊ എന്താ എന്തായാലും പൊട്ടം കാട്ടില്ല. പക്ഷേ തുടക്കം തന്നെ പണിയാണല്ലോ. എന്തായാലും പൈസ തന്നെ എടുക്കണം. ആ പൊട്ടിനവിടെ താക്കോല് വെക്കണമെങ്കിൽ നോക്കിയിട്ട് വരാം. എടാ നീ പറയുന്നത് എനിക്ക് യാതൊരു യോജിപ്പില്ല. ഈ ലോകത്ത് പ്രേതമില്ല, പിശാചുമില്ല. മുകളിലത്തെ അവസ്ഥ നിങ്ങളുടെ പ്രേതങ്ങളൊക്കെ ഇറങ്ങി നടക്കുന്ന സ്ഥലമാണിത്. നീ വിശ്വസിക്കണ്ട, നീ അനുഭവിക്കുമ്പോ പഠിക്കുള്ളൂ. ഓ, പ്രേതമാണല്ലേ വിഷയം. ചർച്ച ചെയ്യാൻ പറ്റിയ സമയം. ഫ്യൂസ് കിട്ടാ പിന്നെ ഒറ്റ എടുത്തിനാണ് കത്തില്ല. ഞാൻ ഫ്യൂസ് ഊരില്ല. കണ്ട കറണ്ട് കണ്ട ഇന്നെ അനുഭവിച്ചോട്ടെ. വരാൻ പറഞ്ഞ പ്രായത്തോട് വരാൻ പറയേ. നിങ്ങളൊന്നും മിണ്ടാണ്ടിന്റെ എടുക്കാതെ പേടിപ്പിക്കാതെ. എന്നാലും എന്താ കറണ്ട് പോയേ? അമ്മേ താഴെ നോക്കിട്ട് എന്നാലും എനിക്ക് കറണ്ട് നീ ശരിക്കും പോയതെങ്ങനെയായിരിക്കും? എന്തായാലും അവിടെ പേടിക്കാം. അപ്പുറത്തുള്ള കറക്റ്റല്ല, നമ്മളുള്ളിലെത്തണ്ടേ? എനിക്കറിയില്ല. ആ ഞാൻ എന്നാ ഫ്യൂസ് പോയിട്ട് വരാം. ഞാൻ വരാം. നീ എവിടേക്ക്? ഞാൻ എമർജൻസി എടുത്തിട്ട് വരാം. പറ്റിയ സമയം. ഞാൻ വരാം. എന്തിനാതേ? അല്ല, ഒറ്റയ്ക്ക് പോയി കിട്ടണ്ടേ? എന്താ പാടുള്ള? എടാ എനിക്ക് ചെറുതായിട്ട് മുള്ള മുട്ടുന്നു. നീ പോയി ഒഴിച്ചിട്ട് വേടാ ചെല്ല്. എന്റെ കൂടെ ഒന്നൊരു ധൈര്യത്തിന് വേടാ. എന്റെ ഓരോ കഥയും ചുമ്മാ പേടിച്ചിട്ട് ബാ പോ. എടാ നമ്മള് ഡോറവിടെ ചേർന്നില്ലേ? ഇതുകൊണ്ട് ഇപ്പൊ തുറന്നിടക്കണ. എനിക്കെന്ത് പ്രാന്തോ, നമുക്ക് ഒഴിച്ചിട്ട് വാ. എടാ നീ ഇങ്ങോട്ട് പോണേ? അത് ഞാൻ നമുക്ക് ഇങ്ങോട്ടല്ലേ പോണ്ടേ? അല്ല, നീ ഇങ്ങോട്ട് പോണേ? എന്തിന് കിട്ടാതെ നമ്മുടെ ഇവിടെ ഇത്ര ഇട്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നീ എന്തുട്ടൊക്കെ പറയണത്? ഈ എമർജൻസി ഇവിടെ വെച്ചാണ്. ഏയ് കുഞ്ഞിക്കണത് ഞാൻ വിചാരിച്ചു ഇവിടെ വെച്ചിരുന്നത്. ഇവിടെ ആരും വെക്കൂടെ ഉള്ള നീ താഴെ നോക്കണ ഉള്ള ഫോൺ കിട്ടി. നമുക്ക് ഫ്ലാഷ് ലൈറ്റ് അടിച്ചു നോക്കാം. ആടി നീ ഫ്ലാഷ് ലൈറ്റ് അടിച്ച് എമർജൻസി നോക്കാൻ പോണ നമ്മളെ പുറത്തേക്ക് പാടാ നീ. എന്നാ കറണ്ട് വന്നിട്ട് സമയം. ഇവനെന്താ പറ്റിയത്? എന്റെ മോനോൻ അടിച്ച് പൂസായി കിടക്കണാ. ഞാൻ മോനടാ, ഇയാള് പോയി ആ ഫ്യൂസ് നോക്ക്, ഞാൻ ഇവനെ പോകട്ടെ. അത് വേണ്ട, നീ പോയി ഫ്യൂസ് നോക്ക്, ഞാൻ ഇവനെ പൊക്കിക്കോളാം. എന്നാ ചേർക്കിട്ട് എന്റെ പെകൂടി എടുത്തടിച്ചേക്കാം. ഫ്യൂസ് ആരുടെ ഉള്ളു ഓഫ് ആക്കിട്ടത്. എടാ തുറപ്പം നീ
ഇവനെന്താ ഇവിടെ? നിന്നെ ഇന്ന് വിട്ടാ നീ നാളെ പോകുന്നത് നോമ്പായിരിക്കും എനിക്കറിയാം. ഒരാൾക്കെങ്കിലും പൈസ എന്നാലും വീട്ടില് കള്ളം കയറാന്നൊക്കെ പറഞ്ഞ എന്താ പറയാ, അപ്പൊ കാശ് പോകാതിരുന്നു നന്നായി. കൃത്യസമയത്ത് ചേട്ടൻ കറക്റ്റായിട്ട് കളറെ പിടിച്ചതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. നീ എന്തിനാണ് റൂമിൽ പോയേ? അത് പിന്നെ സൗണ്ട് കേട്ടപ്പോ പോയി നോക്കിയതാ. എന്നാലും ഒന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. എന്റെ മകൻ നല്ല ധൈര്യമുള്ളവനാ.